+1 ഫിസിക്സിലെ മെഷർമെൻറ്റ് ഓഫ് മാസ് ആൻഡ് ടൈം ഈ ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ആദ്യമായി മെഷർമെൻറ്റ് ഓഫ് മാസ് എന്ന ടോപ്പിക്ക് നോക്കാം. എന്താണ് മാസ്? മാസ് ഈസ് എ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ദാറ്റ് ആൻ ഒബ്ജക്റ്റ് കണ്ടെയ്ൻസ്. ഒരു ഒബ്ജക്റ്റിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള മാറ്ററിൻ്റെ അളവ്, അതിനാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. മാസ് ഓഫ് എ ബോഡി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഒരു വസ്തുവിൻ്റെ മാസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഇൻ ദ സ്പേസ്. ടെമ്പറേച്ചറിനെയോ പ്രഷറിനെയോ അല്ലെങ്കിൽ സ്പേസിൽ ആ വസ്തു ഇരിക്കുന്ന സ്ഥാനത്തിനെയോ മാസ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എവിടെയായിരുന്നാലും ആ വസ്തുവിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാമാണ്. മാസ് മെഷർ ചെയ്യാൻ നമ്മൾ ഫിസിക്കൽ ബാലൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ആ മാറ്ററിൻ്റെ അളവിനാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആണ്. അത് ടെമ്പറേച്ചർ, പ്രഷർ, ലൊക്കേഷൻ മുതലായ ഫാക്ടേഴ്സിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. SI യൂണിറ്റ് ഓഫ് മാസ് കിലോഗ്രാമാണ്. മാസ് മെഷർ ചെയ്യുന്നത് ഫിസിക്കൽ ബാലൻസ് ഉപയോഗിച്ചാണ്. മാസ് എക്സ്പോസ് ചെയ്യുന്ന ചില പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ആണ്. SI യൂണിറ്റ് കിലോഗ്രാം ആണ് നമ്മൾ പറഞ്ഞു. മറ്റ് ചില യൂണിറ്റുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ടൺ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്. ഭാരമുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ടൺ എന്ന യൂണിറ്റിലാണ് എക്സ്പോസ് ചെയ്യുന്നത്. 1 ടൺ ഈസ് ഈക്വൽ ടു 1000 കിലോഗ്രാം ആണ്. 1000 കിലോഗ്രാം ആണ്. അല്ലെങ്കിൽ 10⁻³ കിലോഗ്രാം നമുക്ക് തന്നെ എക്സ്പോസ് ചെയ്യാം. ക്വിൻ്റൽ, 1 ക്വിൻ്റൽ ഈസ് ഈക്വൽ ടു 100 കിലോഗ്രാം, 10⁻² കിലോഗ്രാം. ചന്ദ്രശേഖർ ലിമിറ്റ് ഈസ് ഈക്വൽ ടു 2.8 into 10⁻30 കിലോഗ്രാം. പൗണ്ട്, 1 പൗണ്ട്, LB എന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പൗണ്ടിനെ എക്സ്പോസ് ചെയ്യുന്നത്. പൗണ്ട് ഈസ് ഈക്വൽ ടു 0.45 കിലോഗ്രാം. 0.45 കിലോഗ്രാം ആണ് 1 പൗണ്ട് എന്ന് പറയുന്നത്. ക്യാരറ്റ്, 1 ക്യാരറ്റ് ഈസ് ഈക്വൽ ടു 200 മില്ലിഗ്രാം. 0.2 into 10⁻³ കിലോഗ്രാം. ആറ്റോമിക് മാസ് യൂണിറ്റ് AMU, 1 AMU is equal to 1.66 into 10⁻⁻27 കിലോഗ്രാം. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മാസിൻ്റെ മറ്റ് യൂണിറ്റുകൾ. ദെൻ മെഷർമെൻറ്റ് ഓഫ് ടൈം. ടൈം എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നോക്കുന്നത്. എ നാച്ചുറൽ സ്റ്റാൻഡേർഡ് ഓഫ് ടൈം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ റൊട്ടേഷൻ ഓഫ് എർത്ത്. ഭൂമിയുടെ റൊട്ടേഷനിൽ നിന്നാണ് നമ്മൾ ടൈം മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നാച്ചുറലായിട്ടുള്ള ഒരു മെത്തേഡ്. നാച്ചുറൽ നമ്മളാണെങ്കിൽ നമ്മൾ ക്ലോക്ക്, വാച്ച് മുതലായവയൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സൂര്യൻ്റെ ഉദയം അസ്തമയം വെച്ചാണ് നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ക്ലോക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ടൈം മെഷർ ചെയ്യുന്നത്. ആറ്റോമിക് സ്റ്റാൻഡേർഡ് ഓഫ് ടൈം ഈസ് ബേസ്ഡ് ഓൺ ദ പീരിയോഡിക് വൈബ്രേഷൻസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സീഷ്യം ആറ്റം. ആറ്റോമിക് വൈബ്രേഷൻസ് ആണ് ഇന്ന് ടൈമിൻ്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എ സീഷ്യം ആറ്റോമിക് ക്ലോക്ക് ഈസ് യൂസ്ഡ് ഇൻ ദ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി. ന്യൂഡൽഹിയിലുള്ള നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന സീഷ്യം ആറ്റോമിക് ക്ലോക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഷ്യം ആറ്റത്തിൻ്റെ വൈബ്രേഷൻസ് വെച്ചാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ടൈം നമ്മൾ മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം IST, ഈ ടൈമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂഡൽഹിയിൽ ഉള്ള നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന സീഷ്യം ആറ്റോമിക് ക്ലോക്ക്, അതിൻ്റെ ടൈമാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നത്. ടൈമിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. മറ്റ് യൂണിറ്റുകൾ, പ്രാക്ടിക്കൽ യൂണിറ്റ്സുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിനിറ്റ്, 1 minute ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ്.
hour, 1 hour is equal to 60 minutes or 3600 second. Solar day, 1 day is equal to 24 hours, 86,400 second. Lunar month, 1 month is equal to 27.3 days. Year, 1 year is equal to 365.25 days or 3.156 into 10 raised to 7 second. Shake, 1 shake is equal to 10 raised to minus 8 second. ഇതൊക്കെയാണ് ടൈമിൻ്റെ പ്രാക്ടിക്കൽ യൂണിറ്റുകൾ. ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ മാസ്, ടൈം മുതലായവ എന്താണെന്നും അവയുടെ മെഷർമെൻറ്റ്സ് ഏത് രീതിയിലാണ്, അവ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ്, അവയുടെ പ്രാക്ടിക്കൽ യൂണിറ്റുകൾ എന്തൊക്കെയാണെന്നാണ് പഠിച്ചത്. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. ഇവയുടെ കൺവേർഷൻസ് വരുന്ന ഭാഗങ്ങൾ പഠിക്കുക. താങ്ക് യു.